ഹിന്ദു വിശ്വാസപ്രകാരം ഓരോ വ്യക്തിക്കും ജന്മനക്ഷത്രമുണ്ട്. നിങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കുന്നത് ചന്ദ്രന്റെ യാത്രയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രജാപതി ദക്ഷൻ തന്റെ ആദ്യ മനുഷ്യാവതാരത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു. ദക്ഷന് 60 പെൺമക്കളുണ്ടായിരുന്നു. പ്രജാപതി ദക്ഷൻ മക്കൾക്ക് വിവാഹപ്രായമായപ്പോൾ 60 പെൺമക്കളിൽ നിന്നും 27 പേരെ ചന്ദ്രഗ്രഹത്തിന്റെ അധിപനായ ചന്ദ്രദേവനെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു. ഈ 27 പെൺമക്കളെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ 27 നക്ഷത്രങ്ങൾ അഥവാ ചന്ദ്രനക്ഷത്രങ്ങളായി കാണുന്നു. ദക്ഷന്റെ 27 പുത്രിമാർ ഭൂമിയിലെ മനുഷ്യനെ ഋതുക്കളുടെ സമയവും മാറ്റവും കണക്കാക്കാൻ സഹായിച്ചു. പ്രജാപതി ദക്ഷൻ തന്റെ പെൺമക്കളെ ചന്ദ്രദേവൻ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ ദക്ഷൻ ഒരു വാഗ്ദത്തം ചോദിച്ചു. തന്റെ പെൺമക്കളെ ചന്ദ്രദേവൻ ഒരിക്കലും വേർതിരിച്ചു കാണാൻ പാടില്ല എന്നായിരുന്നു വാഗ്ദാനം. 27 പെൺമക്കളോടും എക്കാലവും തുല്യസ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറണം എന്നാണ് ദക്ഷൻ ചോദിച്ച വാഗ്ദാനം. ഇതറിഞ്ഞ ചന്ദ്രൻ തന്റെ ഭാര്യമാരോട് തുല്യതയോടെ പെരുമാറുമെന്ന് ഉറപ്പു നൽകി. അതിനിടെ ദേവരാജാവായ ഇന്ദ്രൻ ബൃഹസ്പതിയെ പ്രധാന പുരോഹിതനായി നിയമിച്ചു. ഒരു ദിവസം അസുരന്മാർക്കെതിരെ കൂടുതൽ ശക്തി കിട്ടാൻ ഇന്ദ്രൻ ഒരു യാഗം നടത്തി. ബൃഹസ്പതിയാണ് യാഗത്തിൽ പൗരോഹിത്യം വഹിച്ചത്. ബൃഹസ്പതിയുടെ ഭാര്യയാണ് താര. ബൃഹസ്പതി വ്യാഴത്തെ പ്രതിനിധീകരിക്കുന്നു. താര അത്യന്തം സുന്ദരിയായ സ്ത്രീയും താര എന്ന നക്ഷത്രത്തിന്റെ അധിപയുമാണ്. യാഗം പുരോഗമിക്കുമ്പോൾ ചന്ദ്രൻ ദിവ്യവും മനോഹരവുമായ രൂപം പ്രാപിക്കാൻ തുടങ്ങി. താരയുൾപ്പെടെ എല്ലാ അപ്സരസ്സുകളും ദേവസ്ത്രീകളും ചന്ദ്രദേവന്റെ സൗന്ദര്യത്തിൽ വീഴാൻ തുടങ്ങി. ഇതുകണ്ട് ദേവന്മാരെല്ലാം കോപാകുലരായി യാഗം ഉപേക്ഷിച്ചു. ബൃഹസ്പതിയുടെ ഭാര്യ താര തൽക്ഷണം ചന്ദ്രദേവനുമായി പ്രണയത്തിലാവുകയും ബൃഹസ്പതിയെ ഉപേക്ഷിച്ച് ചന്ദ്രന്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രണയപൂർവ്വം പെരുമാറാത്ത ബൃഹസ്പതിയുടെ അടുത്തേക്ക് മടങ്ങേണ്ടതില്ലെന്ന് താര തീരുമാനിക്കുകയും ചെയ്തു. ബൃഹസ്പതി താരയെ തിരിച്ചേക്കണമെന്ന് ആവശ്യപ്പെട്ട് ചന്ദ്രദേവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. താര ഗുരുപത്നിയായതിനാൽ ഭാര്യയായി നിലനിർത്തുന്നത് ആചാരത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹം ചന്ദ്രനെ ഓർമ്മിപ്പിച്ചു. ചന്ദ്രദേവൻ മറുപടി പറഞ്ഞു, ഞാൻ താരയെ നിർബന്ധിക്കുന്നില്ല. താരയ്ക്ക് പോകണമെങ്കിൽ പോകാം. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നോടൊപ്പം താമസിക്കുന്നു. ഞാൻ അവളെ തടയാൻ ശ്രമിക്കില്ല. ബൃഹസ്പതി ചന്ദ്രനുമേൽ വ്യഭിചാരം ആരോപിച്ചു. എന്നാൽ തന്റെ ഗുരുവിന് പറയാനുള്ളതൊന്നും ചന്ദ്രൻ കേട്ടില്ല. താരയും ചന്ദ്രദേവനും പ്രണയപൂർവ്വം ജീവിച്ചു. അവർ പിരിയാൻ തയ്യാറായില്ല. ബൃഹസ്പതിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യ പങ്കെടുക്കാതെ ഒരു യാഗവും പൂർത്തിയാകില്ല. ദേവയാഗങ്ങൾ നടത്താൻ പറ്റുന്നില്ല. മാത്രമല്ല സമൂഹത്തിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇന്ദ്രനോട് സഹായം തേടി. ഇന്ദ്രൻ ചന്ദ്രദേവനെ ചെന്നുകണ്ട് താരയെ ബൃഹസ്പതിയുടെ അടുത്തേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു. ദേവലോകത്തെ യാഗങ്ങൾ മുടങ്ങിയിരിക്കുകയാണെന്നും ഇക്കാരണത്താൽ അസുരന്മാർ ശക്തിശാലികളായെന്നും ഇന്ദ്രൻ പറഞ്ഞു. അങ്ങനെ താര ബൃഹസ്പതിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി. പിന്നീട് ദേവഗുരു ബൃഹസ്പതി താര ഗർഭം ധരിച്ചതായി കണ്ടെത്തി. അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ചന്ദ്രനാണെന്ന് താര പറഞ്ഞു. നിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞ് ആണും പെണ്ണും കെട്ടതാകട്ടെ എന്ന് ബൃഹസ്പതി താരയെ ശപിച്ചു. കുഞ്ഞ് ജനിച്ചപ്പോൾ ബൃഹസ്പതി കുഞ്ഞിനെ വളർത്തുന്നത് ഇഷ്ടപ്പെട്ടില്ല. ബൃഹസ്പതി കുഞ്ഞിനെ ചന്ദ്രൻ നൽകാൻ ആവശ്യപ്പെടുന്നു. ചന്ദ്രദേവനാൽ വളർത്തപ്പെട്ട ഈ കുട്ടി ബുധഗ്രഹത്തിന്റെ അധിപനായ ബുദ്ധ എന്നറിയപ്പെട്ടു. ചന്ദ്രദേവൻ കുഞ്ഞിനെ പരിപാലിക്കാൻ ഭാര്യമാരോട് ആവശ്യപ്പെടുന്നു. 27 ഭാര്യമാരിൽ രോഹിണി മാത്രമാണ് കുഞ്ഞിനെ പരിപാലിക്കുന്നത്. മറ്റൊരു ഭാര്യയായ കൃതികയും ചിലപ്പോഴൊക്കെ നോക്കാറുണ്ടായിരുന്നു. മറ്റ് ഭാര്യമാർ കുഞ്ഞിനെ പരിപാലിക്കാൻ വിസമ്മതിക്കുന്നു. രോഹിണി കുഞ്ഞിനു വേണ്ടി വളരെയധികം സമയം ചെലവഴിച്ചു. അതിനാൽ ചന്ദ്രദേവൻ രോഹിണിയോട് വളരെ ഇഷ്ടമായിരുന്നു. ചന്ദ്രൻ രോഹിണിയോടൊപ്പമാണ് കൂടുതൽ സമയവും ചെലവഴിച്ചത്. ഇതിൽ അസ്വസ്ഥരായ മറ്റ് പെൺമക്കൾ പിതാവായ ദക്ഷന്റെ അടുത്തേക്ക് പോയി ചന്ദ്രദേവൻ തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്നും എപ്പോഴും രോഹിണിയുടെ കൂടെയാണ് താമസിക്കുന്നതെന്നും കരഞ്ഞു പറഞ്ഞു. അനീതിയെക്കുറിച്ച് അവർ പിതാവിനോട് പരാതിപ്പെട്ടു. സ്നേഹനിധിയായ ഒരു പിതാവെന്ന നിലയിൽ ദക്ഷൻ ചന്ദ്രദേവന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അദ്ദേഹം ഒരിക്കലും ശ്രദ്ധിച്ചില്ല. ഇത് പ്രജാപതിയെ പ്രകോപിപ്പിച്ചു. എല്ലാ ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിക്കുമെന്ന തന്റെ വാഗ്ദാനം
ചന്ദ്രൻ ലംഘിച്ചുവെന്ന് മനസ്സിലാക്കുന്ന പ്രജാപതി കോപത്തിൽ ചന്ദ്രനെ ശപിക്കുന്നു. ചന്ദ്രദേവാ, നീ ക്ഷയിച്ചു പോകട്ടെ. ശാപം ബാധിച്ച് ചന്ദ്രൻ ക്ഷയിച്ചു പോകാൻ തുടങ്ങി. ചന്ദ്രനില്ലാതെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ പെട്ടെന്ന് തകരാറിലായി. ദക്ഷന്റെ ശാപത്തിന്റെ വിചിത്രവും നിഗൂഢവുമായ ശക്തികളെ തടയാൻ തനിക്ക് ശക്തിയില്ലെന്ന് ചന്ദ്രൻ മനസ്സിലാക്കുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ദ്രനെ സമീപിക്കുന്നു. താങ്കളുടെ മോശം പ്രവൃത്തി കാരണം ആദ്യം ഗണേശനിൽ നിന്നും പിന്നെ ബ്രഹ്മാവിൽ നിന്നും ഇപ്പോൾ ദക്ഷ പ്രജാപതിയുടെയും ശാപം ലഭിച്ചിരിക്കുന്നു. ഇത്തവണത്തെ ശാപം കൂടുതൽ ശക്തമാണെന്ന് ഇന്ദ്രൻ വിശദീകരിക്കുന്നു. അത്ര പെട്ടെന്നൊന്നും ചന്ദ്രന് അതിൽ നിന്ന് മോചിതനാകാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ചന്ദ്രനോട് ബ്രഹ്മദേവനെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ദ്രന്റെ ഉപദേശപ്രകാരം ചന്ദ്രൻ ബ്രഹ്മദേവൻ വസിക്കുന്ന ബ്രഹ്മപുരയിൽ എത്തി. ചന്ദ്രൻ ക്ഷമയും ദക്ഷന്റെ ശാപം തന്നെ ബാധിക്കാതിരിക്കാനുള്ള പരിഹാരവും ആവശ്യപ്പെടുന്നു. ബ്രഹ്മാവ് പറയുന്നു, ദക്ഷൻ എന്റെ പുത്രനാണെങ്കിലും അവന് വിചിത്രമായ ശക്തികളും നിരവധി അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അവൻ അജയ്യനാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചന്ദ്രന്റെ അവസാന ആശ്രയം മഹാദേവനാണെന്ന് ബ്രഹ്മാവ് കൂട്ടിച്ചേർക്കുന്നു. മഹാദേവന്റെ കാൽക്കൽ വീഴാൻ ബ്രഹ്മാവ് ആവശ്യപ്പെടുന്നു. മഹാദേവനെ ആകർഷിക്കാൻ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ അദ്ദേഹം ചന്ദ്രനെ ഉപദേശിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ചന്ദ്രദേവൻ മാർക്കണ്ഡേയ മുനി രചിച്ച മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചു കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടു. മഹാശിവരാത്രി ദിനത്തിൽ തന്നെ പരമശിവൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ 14 ദിവസങ്ങൾക്കുള്ളിൽ ചന്ദ്രൻ ഓരോ ദിവസവും ക്ഷയിച്ചു വന്നു. പൂർണ്ണമായും ക്ഷയിച്ചു പോകാൻ ഒരു ദിവസം മാത്രം അവശേഷിച്ചു. മഹാദേവൻ മുന്നിൽ സ്വയം കീഴടങ്ങി ക്ഷമയാചിച്ചു. ഈ അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നപേക്ഷിച്ചു. ദക്ഷന്റെ ശാപം പൂർണ്ണമായും അവഗണിക്കാനാവില്ലെന്ന് ശിവൻ പറഞ്ഞു. ദക്ഷന്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശിവൻ ചന്ദ്രന്റെ ബാക്കിയുള്ള ഭാഗം ജടയിൽ തിരികെ വച്ചു. അങ്ങനെ ചന്ദ്രന്റെ സൗന്ദര്യത്തിന്റെ അവസാന ഭാഗം എന്നേക്കുമായി നിലനിൽക്കുകയും ചെയ്തു. ദക്ഷശാപം ചന്ദ്രനെ കൂടുതൽ ബാധിക്കാൻ കഴിഞ്ഞില്ല. 15 ദിവസത്തേക്ക് ക്ഷയിച്ചു പോവുകയും പിന്നീട് 15 ദിവസത്തേക്ക് പൂർണ്ണ വലുപ്പത്തിലേക്ക് വളരുമെന്നും ശിവൻ ചന്ദ്രദേവൻ ഒരു വരം നൽകി. പരമശിവൻ ചന്ദ്രനോട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങളുടെ തേജസ്സും സൗന്ദര്യവും അനുദിനം വർദ്ധിക്കും. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാ മഹത്വത്തിലും തിളങ്ങും. എന്നിരുന്നാലും ദക്ഷന്റെ ശാപം പൂർണ്ണമായും നീക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ പ്രകാശിച്ചതിന് ശേഷം അടുത്ത 15 ദിവസങ്ങളിൽ ദക്ഷന്റെ ശാപത്താൽ നിന്റെ തേജസ് അനുദിനം ക്ഷയിക്കുകയും തേജസ്സു നഷ്ടപ്പെടുകയും ചെയ്യും. ചന്ദ്രൻ പൂർണ്ണമായി ക്ഷയിക്കുന്ന ദിവസത്തെ അമാവാസി എന്നും ചന്ദ്രൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പൂർണ്ണമായി പ്രകാശിക്കുമ്പോൾ അതിനെ പൂർണിമ എന്നും വിളിക്കുന്നു. പരമശിവന്റെ അനുഗ്രഹമനുസരിച്ച് കൃഷ്ണപക്ഷ സമയത്ത് ചന്ദ്രദേവൻ ക്ഷയിക്കുമെന്നും ശുക്ലപക്ഷ സമയത്ത് ചന്ദ്രനെ വൃദ്ധിയെന്നും പറയപ്പെടുന്നു. ഈ സംഭവത്തോടെ ശിവൻ ചന്ദ്രശേഖരൻ എന്നുകൂടി അറിയപ്പെടുന്നു. ഈ സംഭവത്തിനു ശേഷം ചന്ദ്രൻ ഒരു പാഠം പഠിക്കുകയും തന്റെ 27 ഭാര്യമാരോടൊപ്പം തുല്യ സമയം ചെലവഴിക്കാൻ തുടങ്ങുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ചന്ദ്രൻ ഓരോ നക്ഷത്രത്തിലും ഏകദേശം ഒരു ദിവസം ചെലവഴിക്കുന്നു. ഓരോ ദിവസവും ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഹിന്ദു കലണ്ടർ അനുസരിച്ച് വ്യക്തിയുടെ ജന്മനക്ഷത്രമാണ്.